ഹലോ ഫ്രണ്ട്സ്, ഹരിയാണ്. അപ്പോൾ നമ്മളിന്ന് ഒറ്റപ്പാലത്ത് ഒരു പരിപാടിക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ മരുമകളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ 2-2:30 ആകുമ്പോൾ ഫ്രീ ആയി. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലം മാക്സിമം ആ സ്ഥലത്ത് നമ്മുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒറ്റപ്പാലത്ത് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഫെസിലിറ്റികളോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് പറയാനൊന്നുമില്ല. പക്ഷേ ഒരു എക്കോ ടൂറിസം, അനങ്ങാമല അല്ലെങ്കിൽ അനങ്ങന്മല എന്ന് പറയും. അതൊരു എക്കോ ടൂറിസം സ്പോട്ടാണ്. അഡ്വഞ്ചറായിട്ട് വരുന്ന ആൾക്കാർക്ക് കുറച്ച് മല കയറാനും ഇതിനൊക്കെ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല സ്ഥലമാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ. പാർക്കിംഗ് പോലും കാര്യമായിട്ട് അവിടെ സൗകര്യങ്ങളൊന്നുമില്ല. കുറച്ചൊരു 10-15 വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്താനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും ഫാമിലി ആയിട്ട് വന്നതല്ല. അപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ അധികം പോകുള്ളൂ. സിംഗിൾ ട്രിപ്പാണെങ്കിൽ ഞാൻ ബൈക്കിലാണ് കൂടുതലും യാത്ര ചെയ്യുക കേട്ടോ. അപ്പോൾ അച്ഛനെല്ലാവരും ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ അത് കയറണം ചോദിച്ചാൽ മുകളിലേക്ക് നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞാനും വരാമെന്ന് പറഞ്ഞു. ഇതാ ഞങ്ങൾ കയറുന്നുണ്ട്. നല്ല അടിപൊളിയാണ്, അതിമനോഹരമാണ് കാണാൻ കേട്ടോ. കുറച്ച് മഴയുള്ള സമയത്ത് വഴുതലുണ്ടാവും. മഴ കഴിഞ്ഞിട്ട് നല്ല പച്ചപ്പായിരിക്കും. അടിപൊളി കൃഷി സ്ഥലങ്ങളും മേളിലും കാര്യങ്ങളും. പിള്ളേർക്ക് ഭയങ്കര വൈബാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ മുകളിലിരുന്ന് ഊഞ്ഞാലാടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. വലിയ പാർക്കൊന്നുമല്ല, ഒരുപാട് സാധനങ്ങൾ, കുറച്ച് ഊഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ വന്നത്. ടിക്കറ്റ് 40 രൂപയാണ് കേട്ടോ. ഒരാൾക്ക് 40 രൂപ. കുട്ടികൾക്ക് 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് 15 രൂപയും വാങ്ങുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം, ഒരു അഡ്വഞ്ചറായിട്ട് കുറച്ച് മല കയറാൻ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. എന്താ അനങ്ങാമല, ശരിക്കും അതാണ് പേര്. പറഞ്ഞ് അങ്ങനെ അനങ്ങമല എന്ന്. അതായത് രാമായണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മലയുടെ കഥ. അതായത് രാമരാവണ യുദ്ധത്തിൽ ബോധരഹിതരായ രാമൻ ലക്ഷ്മണന്മാരെ ഉണർത്താൻ വേണ്ടി മൃതസഞ്ജീവനി കൊണ്ടുവരാൻ വേണ്ടി ഹനുമാൻ പോയല്ലോ. അപ്പോൾ മൂപ്പർക്ക് അത് അറിയാത്ത കാരണം ആ മല പൊക്കിയിട്ട് ദ്രോണപർവ്വതം പൊക്കിയിട്ട് വരുന്ന സമയത്ത്, ദ്രോണഗിരി പർവ്വതം പൊക്കിയിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം അടർന്നു വീണുവെന്നും അത് അതിബലവാനായ ഹനുമാന് പൊക്കാൻ സാധിക്കുന്നില്ല, എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഹനുമാൻ പൊക്കിയിട്ട് പോലും പൊങ്ങാത്ത, അനങ്ങാതെ നിന്ന ആ മലയ്ക്ക് പിന്നെ അനങ്ങാമല എന്ന് പേര് വന്നു. പിന്നെ അത് പറഞ്ഞപ്പോൾ അനങ്ങൻ മല എന്നായി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ്. വൈകിട്ട്, അതായത് ഏർലി മോർണിംഗ് ഒരു 9-10 മണി വരെ, ഏർലി മോർണിംഗ് മുതൽ ഒരു 9 മണി വരെ അവർ പിന്നെ എൻട്രി ടൈം ഉണ്ട് കേട്ടോ അവിടെ. 8 മണിക്കോ 9 മണിക്കാണ് അവിടെ എൻട്രി ടൈം. അപ്പോൾ ആ സമയത്താകുമ്പോൾ വെയിൽ കുറയും. പിന്നെ വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം അടിപൊളി കാഴ്ചയാണ്. ഇപ്പം ഞങ്ങൾ 4 മണി കഴിഞ്ഞു ഇവിടെ വരുമ്പോൾ. നല്ല രസമുണ്ട്. പക്ഷേ പാറ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. പാലക്കാടൻ ചൂട് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട് മുകളിൽ വന്നിരിക്കുക, കുറച്ച് നേരം ഊഞ്ഞാലിലും കാര്യങ്ങളൊക്കെ. ഇത് കയറാൻ തന്നെ വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. നമ്മളിതിൽ എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവേണ്ടതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഭയങ്കര രസമാണ്, ഭയങ്കര വൈബാണ്. കാരണം എന്താ, അത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നന്നായി ഒന്ന് കതച്ച് നമ്മൾ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടോ, അത് അങ്ങേപ്പുറത്ത് ഉണ്ട്. ആ കൂണ് പോലെ ഒരു കുട വെച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കണം. അതിൻ്റെ മേളിലേക്കുണ്ട്. ഞാൻ മുമ്പ് ഇതാണ് സ്ഥലം കേട്ടോ. ട്രക്കിംഗ് പാസ് ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ കടത്തി. പക്ഷേ മുമ്പ് ഒരു 5-6 വർഷം മുമ്പ്, കോവിഡിൻ്റെ ഒക്കെ ആ മുമ്പ് സമയത്ത് വൈഫിനൊരു എക്സാം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്, ഒരു PSC എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനിവിടെ കൊണ്ടുപോയി വിടാൻ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിയിട്ടുണ്ട്. ഞാനും അന്നും പിള്ളേരായിട്ട് തന്നെ വരിക. ഞങ്ങൾ എവിടെ പോകണമെങ്കിലും പിള്ളേരെയും കൂട്ടും. അപ്പോൾ ഞങ്ങൾ അന്ന് വരുമ്പോൾ കുറച്ച് മഴയുള്ള സമയമൊക്കെ ആയിരുന്നു. മഴ കഴിഞ്ഞ സമയം നല്ല പച്ചപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ മേളിലേക്കും കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവൾ കയറിയില്ല, ഞാൻ കയറി. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരുന്ന് അവിടെ കിടന്നിങ്ങനെ നോക്കാൻ വളരെ രസമായിരിക്കും. പിള്ളേർ പിന്നെ ഊഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനത്തെ സെറ്റപ്പിലൊക്കെയാണ് കേട്ടോ. അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് തോന്നുന്നു. അങ്ങേ മലക്കവിടെ വെടിക്കെട്ടൊക്കെ കാണുന്നുണ്ട്. ചൈനീസ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ്. ചുറ്റും കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്കൊരു പുതുമയാണ് ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഒരു 1-1.5 മണിക്കൂർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും നല്ല രസമാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ്, ഈവനിങ് ആയത് കാരണം നല്ല രസമായിരുന്നു ഇവിടെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ അവിടെയുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പിള്ളേർക്ക്, ഫാമിലിക്ക് ഒരു രസമായിരിക്കും. അപ്പം നമ്മളല്ലാതെ പിന്നെ ആര്, നമ്മൾ വെറുതെ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഫാമിലിയായിട്ട് എവിടെ പോകുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വൈബായിരിക്കും.